കണ്ടൽ സ്കൂളിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കല്ലൻ പൊക്കുടന്റെ കുടുംബം. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കണ്ടൽക്കാടിന്റെ സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ കല്ലൻ പൊക്കുടൻ വിടവാങ്ങിയിട്ട് 9 വർഷമാകുകയാണ്. 2015 സെപ്റ്റംബർ 27 അദ്ദേഹം വിടവാങ്ങുന്നത്. ഭൂമിക്ക് സുരക്ഷയൊരുക്കാൻ കണ്ടൽ മരങ്ങൾ സംരക്ഷിക്കണമെന്ന സന്ദേശം സ്വന്തം തലമുറക്കും പുതുതലമുറക്കും പകർന്നു നൽകിയ പച്ച മനുഷ്യൻ. ഭൂമിയുടെ ശ്വാസകോശവും തണലുമാണ് നിറയെ വേരുകളുള്ള കണ്ടൽ മരങ്ങളെന്ന് കൊച്ചുകുട്ടികളെപ്പോലും പഠിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മണ്ണോട് ചേർന്നത്. കണ്ടൽ പൊക്കുടൻ്റെ പാത പിന്തുടർന്ന് മക്കളും കണ്ടൽ സംരക്ഷണവുമായി സജീവമായി രംഗത്തുണ്ട്. മക്കളായ രഘുനാഥും ശ്രീജിത്തും കണ്ടൽ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വീട്ടിലെ പറമ്പുകളിലും അച്ഛൻ സ്ഥാപിച്ച കണ്ടൽ സ്കൂളിന് മുന്നിലും വിത്തുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കണ്ടൽ വിത്തുകൾ ശേഖരിച്ച് മുളയിലും ഗ്രോ ബാഗുകളിലുമായി മുളപ്പിച്ചിരിക്കുന്നു. എന്നാൽ കണ്ടൽ നഴ്സറിക്ക് ആവശ്യമായ ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മകൻ പി രഘുനാഥ് പറയുന്നത്. അച്ഛൻ്റെ ഏക ആഗ്രഹമായ കണ്ടൽ സ്കൂളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 1.5 സെൻറ്റ് മാറ്റിവെച്ചിരുന്നു. അതിൽ സ്വന്തം കീശയിൽ നിന്നും പണമെടുത്ത് കെട്ടിടം ആരംഭിച്ചു. പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രോജക്റ്റ് സർക്കാരിന് ഞങ്ങൾ സമർപ്പിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാനോ ഒന്നും തന്നെ അനുവദിക്കാനോ തയ്യാറാകാത്തതിൽ ഏറെ സങ്കടമുണ്ട്. സർക്കാർ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും രഘുനാഥ് വടക്കൻ വാർത്തയോട് പറഞ്ഞു. ആദ്യമായി ഞാൻ ഈ പ്രാന്തൻകണ്ടലിൻ്റെ വിത്തുകളാണ് ശേഖരിച്ച് ചെടികളാക്കി മാറ്റിയത്. ഒരു 2-3 വർഷം ഞാനത് തുടർന്നു. പിന്നീട് എൻ്റെ ചിന്ത ഈ പ്രാന്തൻകണ്ടൽ മാത്രം പോരാ, മറ്റ് തൈകളും ഉൽപ്പാദിപ്പിക്കണം എന്നാൽ മാത്രമേ അതിനൊരു അർത്ഥമുള്ളൂ. അതായത് കണ്ടലിൻ്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടലും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പ്രാന്തൻകണ്ടലിൻ്റെ ഒരു ബാക്കിലാണ് നടക്കുന്നത്. അത് മാത്രം പോരാ, മറ്റ് ചെടികൾ കൂടി വെച്ച് പിടിപ്പിച്ച് ജൈവവൈവിധ്യം നമ്മൾ സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് കണ്ടൽ നഴ്സറിക്ക് വേണ്ട യാതൊരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ ആഗ്രഹമായ കണ്ടൽ സ്കൂൾ പൂർത്തീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യതയ്ക്കിടയിലും ഈ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം സ്ഥലത്ത് നിന്ന് 1.5 സെൻറ്റ് സ്ഥലം മാറ്റിവെച്ച് അവിടെ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് പണിതിട്ട് ആ ബിൽഡിംഗ് ഇതുവരെ പൂർത്തീകരിച്ചിട്ടേ ഇല്ല. അതിന് ഗവൺമെൻറ് നമ്മൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചെങ്കിലും അതൊന്നും തിരിഞ്ഞു നോക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഗവൺമെൻറ് ഇതുവരെ തയ്യാറാകാത്തതിൽ നമുക്ക് അത്യധികം സങ്കടമുണ്ട്. കണ്ടൽ സംരക്ഷണത്തിൻ്റെ പേരിൽ സർക്കാർ കോടികൾ ചിലവിടുമ്പോൾ കണ്ടലിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരു പച്ച മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത് ഏറെ ഖേദകരം തന്നെ. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മുട്ടുകണ്ടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.